Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിംഗ്. തമിഴ്നാട്ടിൽ ഗവർണർ RN രവി പിടിച്ചുവെച്ച 10 ബില്ലുകളും സുപ്രീം കോടതി വിധിയോടെ ഗവർണറുടെ ഒപ്പില്ലാതെ നിയമങ്ങളായി ഇന്നു തന്നെ വിജ്ഞാപനവും ഇറക്കി സ്റ്റാലിനും തമിഴ്നാടും വിജയഭാവത്തിൽ പറയുന്നു തുടര പാർക്കലാം. കേരളത്തിൽ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഗവർണറും സർക്കാരും പുതിയ പോർമുഖം തുറക്കുകയാണ്. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയക്രമം നിശ്ചയിച്ച തമിഴ്നാട് ഗവർണർക്കെതിരായ സുപ്രീം കോടതി വിധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് രംഗത്തെത്തി. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണോ ഭരണഘടനാ ഭേദഗതി തീരുമാനിക്കുന്നത്? അങ്ങനെയെങ്കിൽ പാർലമെന്റ് എന്തിനാണെന്നും കേരള ഗവർണർ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഗവർണറുടെ വിമർശനത്തെ കടന്നാക്രമിച്ച ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചെത്തി. ഗവർണർ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നില്ലെന്ന് CPIM, ഗവർണർ BJP കണ്ണട മാറ്റണമെന്ന് CPI, സുപ്രീം കോടതി വിധി രജതരേഖയെന്ന് കോൺഗ്രസ്. ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിച്ചിടത്തു നിന്ന് ഹാർലേക്കർ ആരംഭിക്കുന്നു. വീണ്ടും പോർമുഖത്തേക്കാണോ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുസ്ലിം ലീഗ് UDF പ്രതിനിധി, അഡ്വക്കേറ്റ് K അനിൽകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്ക്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, സുപ്രീം കോടതി സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാനായി ഭരണഘടനയുടെ അനുച്ഛേദം 142 പ്രകാരമാണ് ഈ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച് ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്ന സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ചുകൊണ്ട് സുപ്രധാനമായ വിധി പ്രസ്താവം ഇറക്കിയത്. RN രവിക്കെതിരായിട്ടുള്ള വിധിയെ പക്ഷേ കേരള ഗവർണർ ഉൾക്കൊള്ളുന്നില്ലെന്ന് മാത്രവുമല്ല, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണോ പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടുന്ന തരത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ കേരള ഗവർണർ ഈ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണോ, അതല്ല ഇത് സംഘപരിവാർ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇനി പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ സാധ്യതയുണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണോ ഗവർണറുടെ ഈ പ്രതികരണം? ഇത് ജനങ്ങളുടെ ലാസ്റ്റ് റേ ഓഫ് ഹോപ്പാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളുമൊക്കെ. ഇവിടെ ആർട്ടിക്കിൾ 142 ഇൻവോക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആർട്ടിക്കിൾ 200 പറയുന്നത് ഒരു ബില്ലിന്റെ അസന്റിന് വേണ്ടി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ഒരു ബിൽ അസന്റിന് കൊടുത്താൽ ആ അസന്റ് ഒന്നുകിൽ അസന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കാം. ഹോൾഡ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു കൊടുക്കണം. 200 തന്നെ പറയുകയാണ്. തിരിച്ചു വീണ്ടും അസംബ്ലിയിലേക്ക് വിട്ടിട്ട് അതിനൊരു കൊറിയോടുകൂടി വെക്കാം, ഒരു മെസ്സേജോടുകൂടി കൊടുക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ അസംബ്ലിക്ക് വേണമെങ്കിൽ അത് പരിശോധിച്ചിട്ട് മോഡിഫിക്കേഷൻസ് അല്ലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബില്ല് വീണ്ടും തിരിച്ചു കൊടുക്കാം. അങ്ങനെ ബില്ല് തിരിച്ച് ഗവർണറുടെ കയ്യിൽ കൊടുത്താൽ ഗവർണർ ഈസ് മാൻഡേറ്റഡ് ടു അസെൻഡ് ദ ബിൽ. വേറൊരു സ്കോപ്പും ഇല്ല. രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്ന് പറയും. ഇപ്പൊ ഇതിനകത്ത് 10 ബില്ലുകളാണ് ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യപ്പെട്ടത്. 12ൽ 10 ബില്ലുകൾ. ആ 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിലേക്ക് 2-3 വർഷം, 4 വർഷത്തോളം ഹോൾഡ് ചെയ്ത് വെക്കുന്നു ഒരു ബില്ല്, 10 ബില്ലുകൾ. അതായത് ഫെഡറൽ സിസ്റ്റത്തില് 4 വർഷം മുമ്പ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ചില അമെന്റ്മെന്റുകൾ അല്ലെ ചില ലെജിസ്ലേഷൻസ് കൊണ്ടുവന്നാൽ 4 വർഷം അതിനെ ഫ്രീസറിൽ വെക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഡെലിഗേറ്റഡ് ആയ പവറുമായി വന്ന് ഗവർണർ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പവർ ഗവർണർക്കില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ മാത്രമുള്ളൂ. ആരോടും അഭിപ്രായം ചോദിക്കേണ്ടതില്ല ആ വിഷയത്തില്. പക്ഷെ ഇതൊന്നും അബ്സല്യൂട്ട് ഡിസ്ക്രിഷൻ അല്ല. കാരണം സ്റ്റാറ്റ്യൂട്ട് സ്പെസിഫിക് ആയിട്ട് ആർട്ടിക്കിൾ 200 പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് അസന്റ് കൊടുക്കാം, അസന്റ് ഹോൾഡ് ചെയ്താൽ പിന്നെ തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നാൽ ദേ ആർ മാൻഡേറ്റഡ് ടു അസെൻഡ് ഇറ്റ്. രാഷ്ട്രപതിക്ക് കൊടുക്കുന്നതോടുകൂടി തീർന്നു എന്ന് കരുതിയിട്ട് 4 വർഷം ക്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞ് ഒരു തീരുമാനം ഒരു ഗവർണർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫെഡറൽ സിസ്റ്റത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. രാഷ്ട്രപതിയുടെ അധികാരവും ആർട്ടിക്കിൾ 111 നോക്കിയാൽ 111 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പാർലമെന്റ് കൊടുക്കുന്ന ബില്ലുകൾക്ക് ഗവർണറോട് പറഞ്ഞിരിക്കുന്ന അതേ നിർദ്ദേശം തന്നെയാണ് ഭരണഘടന കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടവരല്ല ഗവർണർ.
ഗവർണർ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കണമെന്നാണ് വെപ്പ്. അങ്ങനെ പ്രവർത്തിക്കുമെന്ന് ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രൊവിഷൻ അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മേൽ ഇപ്പോ സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 12 ബില്ലുകൾ 4 വർഷമായി ഹോൾഡ് ചെയ്ത് വെച്ചു. എന്തു ചെയ്യണം സുപ്രീം കോടതി? ഉടനെ ഗവർണർ സുപ്രീം കോടതിക്ക് മേൽ കടന്നു കയറുകയാണ്. ഏത് അമെന്റ്മെന്റാ സുപ്രീം കോടതി നടത്തിയത്? സുപ്രീം കോടതി ഒരു അമെന്റ്മെന്റ് നടത്തിയിട്ടില്ല. നിലവിലുള്ള നിയമപ്രകാരം ഗവർണറുടെ ആക്ഷൻ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ ഇനി എന്താ പറഞ്ഞു? ഗവർണർക്ക് വീണ്ടും തിരിച്ചു കൊടുത്തിട്ട് അസന്റ് കൊടുക്കാൻ ഡയറക്ട് ചെയ്യണമെന്നായിരുന്നോ പറയുന്നത്? അങ്ങനെ കൊടുത്ത ടൈംസിന് ഗവർണർ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണ്. ഗവർണർ അനാവശ്യമായ ബില്ലുകൾ പിടിച്ചുവെക്കരുത് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആ വിഷയം കിട്ട ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നു. അതല്ലെങ്കിൽ തന്നെ ഈ ഗവർണർക്ക് ഭരണഘടന ഒരു തരത്തിലുള്ള സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്നിരിക്കെ സുപ്രീം കോടതി ഇത് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയാകും. എന്നാൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന്റെ അധികാരമാണ്. ഈ പാർലമെന്റും നിയമസഭയും ഒക്കെ പിന്നെ എന്തിനാണ് എന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അല്ല, ഭരണഘടനാ ഭേദഗതി ഒന്നും ആവില്ല. അത് അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അത്തരം സിറ്റുവേഷനിലേക്ക് സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 ആണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 142 വൈഡർ പവർ സുപ്രീം കോർട്ടിനുണ്ട്. ആ വൈഡർ പവർ ഇൻവോക്ക് ചെയ്യുന്നതിലേക്ക് 4 വർഷം ഒരു ഗവർണർ ഒരു ബില്ലെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം സുപ്രീം കോടതി? ഇനി സുപ്രീം കോടതി അല്ലാതെ എങ്ങോട്ട് പോകണം? ഇവിടുത്തെ ജനങ്ങൾ, ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആരോട് പറയണം? ആരുടെ ഓഫീസിൽ പോയി കേഴണം ഒരു ബില്ല് പാസ്സാക്കാൻ ജനങ്ങളുടെ ആവശ്യത്തിന്? അതിനൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അതിനകത്തൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നൊന്നും കരുതണ്ട. അതിനൊരു ഇന്റർപ്രിട്ടേഷൻ പോലുമില്ല. അത് ഇംപ്ലൈഡ് ആണല്ലോ. ഇംപ്ലൈഡ്, യു കനോട്ട് ഹോൾഡ് ഇറ്റ് ഫോർ എവർ. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ സം പോയിന്റ് ഓഫ് ടൈം, അല്ലേ? അത് എപ്പോഴാണെന്ന് പറഞ്ഞു സുപ്രീം കോടതി. അതിന് സുപ്രീം കോടതിക്ക് അധികാരമൊക്കെ ഉണ്ട്. നമുക്കെതിരെ സുപ്രീം കോടതി പറഞ്ഞാൽ ആ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുമെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അപകടകരമായ പ്രീസിഡൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സുപ്രീം കോടതി പറഞ്ഞ വിധികൾ എല്ലാവരും അംഗീകരിക്കാറില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാത്ത വിധികൾ അംഗീകരിക്കാറില്ലേ? സുപ്രീം കോടതി ബാബരി മസ്ജിദിന്റെ വിധി വന്നു, എല്ലാ ജനങ്ങളും അംഗീകരിച്ചില്ലേ? എന്താ അതിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയോ? ഏതെല്ലാം വിധികൾ, ഇഷ്ടപ്പെടാത്ത വിധികൾ വന്നു, ആ ഇഷ്ടപ്പെടാത്ത വിധികൾ അംഗീകരിക്കുന്നു. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഇന്റർഫിയർ ചെയ്യാത്ത മാറ്റേഴ്സ് ഇല്ലേ? അതിന്റെ പേരിൽ സുപ്രീം കോടതി വിമർശിക്കുക, സുപ്രീം കോടതിക്ക് അതീതരാണ് ഞങ്ങൾ ഗവർണർമാര് എന്നൊക്കെ പറയുന്ന ആ ടോൺ ഉണ്ടല്ലോ, അത് നമ്മുടെ ഭരണഘടനാ സിസ്റ്റത്തിനെ നശിപ്പിക്കുന്നതാണ്. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ആരിഫ് മുഹമ്മദ് ഖാനു ശേഷം സംസ്ഥാന സർക്കാരുമായി ഇണങ്ങിപ്പോകുന്നുവെന്ന പ്രതീതി ജനിപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ഒരു വിയോജിപ്പുണ്ടാവുന്നത്. CPM-ന്റെ നിലപാടല്ല ഇപ്പോൾ ഗവർണർക്ക് ഈ വിഷയത്തിലുള്ളത്. ഗവർണർ പറയുന്നത് ഇത് ഭരണഘടനയുടെ അന്തസ്സത്തയെ തന്നെ ഹനിക്കുന്ന, പാർലമെന്റിന്റെ അധികാരങ്ങൾ കവരുന്ന 2 ജഡ്ജിമാർ ഒരു ഭരണഘടനാ ഭേദഗതി നടത്തിയിരിക്കുന്നുവെന്ന മട്ടിലാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ സുപ്രീം കോടതി വിധിയെ വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു പുതിയ പോർമുഖം തുറക്കുകയാണോ കേരളത്തിലെ സർക്കാരും ഗവർണറും തമ്മിൽ? ഗവർണർ മുന്നോട്ട് വെക്കുന്ന വിഷയത്തിനകത്ത് കേരള സർക്കാർ ഇപ്പോൾ കക്ഷിയല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പാർലമെന്റിനാണ് പരമാധികാരമെന്ന് ആർലേക്കർ പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്ന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനാണ് പരമാധികാരം. നിയമസഭയ്ക്ക് അത് ഗവർണർ മറന്നുപോയി. ബഹുമാനപ്പെട്ട ആർലേക്കർ മറന്നുപോയി. സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണ സഭകളായ നിയമസഭകൾക്കുമാണ് നിയമനിർമ്മാണ അധികാരമെന്നും അങ്ങനെ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളിൽ അവർ നിയമം നിർമ്മിച്ചാൽ 2 കാര്യങ്ങൾ മാത്രമാണ് ഗവർണർ ശ്രദ്ധിക്കേണ്ടത്, ഇല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് കിട്ടിയാൽ രാഷ്ട്രപതി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ നിയമനിർമ്മാണ പ്രക്രിയയിൽ പ്രൊസീജിയറായ ലാപ്സ് ഉണ്ടോ, നടപടിക്രമങ്ങളിൽ പിശകുണ്ടോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇവർ ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെയോ കൺകറന്റ് ലിസ്റ്റിൻ്റെയോ ഭാഗമായ വിഷയങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ടോ. ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിയമത്തിൻ്റെ ഇന്ന ഭാഗം സംസ്ഥാന പട്ടികയ്ക്ക് മേലെ മറ്റൊരു മേഖലയിലേക്ക് കടന്നു കയറുന്നതായി ഞങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ ആ വിഷയത്തിനകത്ത് പുനരാലോചന നടത്തണം. അപ്രകാരം ഒരു പരാമർശത്തോടു കൂടി തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതേ നിയമം വീണ്ടും എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിട്ടതിന് ശേഷം രാജ്യത്തെ പാർലമെന്റ്, രാജ്യത്തെ ഹൈക്കോടതികൾ
അല്ലെങ്കിൽ സുപ്രീം കോടതി അത് റിട്ടധികാരം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യട്ടെ എന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിലെ ഗവർണറുമായിട്ടുള്ള സംസ്ഥാന നിയമസഭകളുടെ ബന്ധം. ആ ബന്ധത്തെ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന്റെ ഭരണകാലത്തും BJPയുടെ ഭരണകാലത്തും അട്ടിമറിക്കുകയാണ് നിർവഹിക്കപ്പെട്ടത്. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവിടുത്തെ ഗവർണറുമായിട്ട് എന്തൊരു യുദ്ധമായിരുന്നു. ഇപ്പൊ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ലീഗും ഇവിടുത്തെ കോൺഗ്രസും എല്ലാം എന്താ ചെയ്തത്? ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ 2-3 നോമിനികൾ പിൻവാതിലൂടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ പട്ടികയിൽ കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ കയറി. അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയിൽ ലീഗിന് പ്രതിനിധികളെ കിട്ടിയപ്പോൾ ഉടനെ അതിന് സമാധാനമായി. നല്ലതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മുടെ കോഴിക്കോട് മുട്ടായിത്തെരുവിലൂടെ പറഞ്ഞപ്പം കോഴിക്കോടിന്റെ ഹൽബ് കീഴടക്കിയ മധുരം നുണഞ്ഞ ആ ആരിഫ് മുഹമ്മദ് ഖാനെ വാഴ്ത്തിയില്ലേ? രാജ്ഭവനിൽ പോയിട്ട് കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൽ ഒപ്പിടരുതെന്ന് UDF നിവേദനം കൊടുത്തില്ലേ? എന്നിട്ട് ഇവരെല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഭരണഘടനയുടെ വിജയമാണ്. കോൺഗ്രസ്സുകാർ ലീഗുകാർ പറയുകയാണ് ഭരണഘടനയുടെ വിജയമാണ്. 4 കൊല്ലം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ദുർബോധനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ആ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ യുദ്ധം ചെയ്തവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ വേട്ടയാടപ്പെട്ടവരാ. ഞാൻ ശങ്കുട്ടിദാസിലേക്ക് പോകേണ്ട സമയമാണ്. പക്ഷേ താങ്കൾ UDFന്റെ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചുള്ള അഭിപ്രായത്തെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത്, നിങ്ങൾ ഇന്ന് UDF എടുക്കുന്ന നിലപാട് ഒരു തരത്തിൽ പരിഹാസ്യമുണ്ടാക്കുന്നില്ലേ എന്നുള്ളതാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ പരോക്ഷമായി പിന്തുണയ്ക്കുകയായിരുന്നു, പലപ്പോഴും പ്രത്യക്ഷമായി പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും ഈ സർക്കാരിനെ വേട്ടയാടാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ തണൽ ഉപയോഗിച്ച നിങ്ങൾക്ക് ഈ സുപ്രീം കോടതി വിധിയിൽ എന്ത് അവകാശമാണുള്ളത്? എങ്ങനെയാണ് അഭിമാനം കൊള്ളാൻ കഴിയുക എന്നാണ് ചോദ്യം. അല്ല, ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് അവർക്ക് ബന്ധം കുറവായിരുന്നു. ആർലേക്കറുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന് ബെൻസുകാരോ എന്തൊക്കെ മേടിച്ചു കൊടുത്ത പ്രശ്നം സെറ്റിൽമെന്റ് ആക്കി. അങ്ങനെ പല സെറ്റിൽമെന്റും ഒക്കെ അവർ തമ്മിൽ നടത്തുന്നുണ്ടായിരിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഫെഡറൽ സിസ്റ്റത്തില് ഗവർണർമാർക്ക് എത്ര ഇത് ഹോൾഡ് ചെയ്യാം, ഒരു ബില്ല് അസെന്റ് ഓഫ് ബില്ല് ആർട്ടിക്കിൾ 200 പ്രോപ്പർലി കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവരിപ്പോ ആർലേക്കറിനെ കുറിച്ച് പറയുന്നില്ല. ആദ്യം തന്നെ അനീബി എടുത്തിരിക്കുക. ആർലേക്കറോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം വേറെ പ്രശ്നങ്ങൾ ഒത്തിരി കയറി വരുന്നുണ്ട്. സെറ്റിൽമെന്റ് ഉണ്ടാക്കണ്ടേ, ആ സാറിനൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഭരണഘടനാപരമായ വിഷയങ്ങളെ കുറിച്ച് അതിശക്തമായ വാദവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ സെറ്റിൽമെന്റും ഒക്കെ കോംപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾ ആയിക്കോളൂ. ഒരുപാട് കേസുകളും വിഷയങ്ങളും ഒക്കെ വരുന്നില്ലേ, അപ്പൊ അതൊക്കെ സെറ്റിൽ ചെയ്തു. അതിന് കുഴപ്പമൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ശരി, ഈ ഗവർണർ ആയാലും രാജ്യത്തുടനീളം ഇതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ. ഞങ്ങളിപ്പോ സംസാരിക്കുന്നത് മദ്രാസിൽ ഒരു സെറ്റിൽമെന്റിനും തയ്യാറല്ലാത്ത, ആരിഫ് മുഹമ്മദ് ഖാനുമായി പിണറായി വിജയൻ നടത്തിയ സെറ്റിൽമെന്റ് പോലെ ഒരു സെറ്റിൽമെന്റിനും തയ്യാറല്ലാത്ത സ്റ്റാലിന്റെ ബില്ലിനെ കുറിച്ചാണ്. ആ ബില്ലിനെതിരെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന, ആ ബില്ലിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിയെക്കുറിച്ചാണ്. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല, ഒരു സെറ്റിൽമെന്റും ഇല്ല. ഞങ്ങൾക്കാർക്ക് ഒരു സംശയവുമില്ല ആർട്ടിക്കിൾ 200 ഇൻവോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ. അതിനെക്കുറിച്ച് സുപ്രീം കോടതി പറയുന്നത് റേ ഓഫ് ഹോപ്പ് ആണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് കേരളത്തിലെ ഒരു കൊച്ചു ഒന്ന് വഴങ്ങണം. അനിൽകുമാറിനൊരു ചോദ്യം. കേരളത്തിൽ നിങ്ങൾ പറഞ്ഞു തീർത്താൽ മതി. കേരളത്തിൽ നിങ്ങൾ ഗവർണറുമായിട്ട് പോയി ഒരു കാപ്പി കുടിച്ച് തീർക്കാവുന്ന വിഷയമാണ് പറഞ്ഞ് തീർത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ ഭരണഘടനാ വർഷങ്ങളൊന്നും പറയണ്ട. അത് നിങ്ങൾ തീർക്കാനുള്ള പദ്ധതിയൊക്കെ നിങ്ങളുടെ ഉണ്ട്. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെറ്റിൽമെന്റ് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാലിന്റെ കാര്യം പറഞ്ഞത്. ഒറ്റ ചോദ്യം. കേരള നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുത് എന്ന് UDF ആരിഫ് മുഹമ്മദ് ഖാന് നിവേദനം കൊടുത്തിട്ടുണ്ടോ? ആ നിവേദനം കൊടുത്ത നടപടി തെറ്റിപ്പോയി എന്നിപ്പോൾ സമ്മതിക്കുമോ? രണ്ടാമത്തത്, ആരിഫ് മുഹമ്മദ് ഖാന്റെ കെയർ ഓഫിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ കടന്നു കയറിയ ലീഗിന്റെ നോമിനികൾ രാജിവെക്കുവോ? ലീഗിന്റെ നോമിനികൾ രാജിവെക്കുവോ? ഡയറക്റ്റാ ക്വസ്റ്റ്യൻ. അനിൽകുമാർ ആർട്ടിക്കിൾ 200 ആർട്ടിക്കിൾ 115 ഒക്കെ എടുത്ത് വായിച്ചു നോക്കാം. അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പിന്നെ പറയാം, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവകാശപ്പെട്ട കാര്യങ്ങൾ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞാൽ നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടരുത് എന്ന് ഇതേ ഗവർണറോട് പറഞ്ഞ് ഗവർണർ ഈ ബില്ല് പിടിച്ചുവെച്ചതിനെ UDF സ്വാഗതം ചെയ്തിട്ടില്ല എന്നാണ് ചോദ്യം. അവിടെയാണ് പറയുന്നത് ഹോൾഡ് ചെയ്തു വെക്കാൻ ബില്ലിന്റെ ഇല്ലീഗാലിറ്റി പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ചുമതല പ്രതിപക്ഷത്തിന്റേതാണ്.
അത് നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും അല്ല, അത് ആളുകളുടെ once നിങ്ങൾ നിയമസഭയിൽ നിങ്ങൾ ചോദ്യം ചെയ്തതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വം അവിടെ കഴിഞ്ഞു. അല്ല, എന്റെ ചോദ്യം ഇതാണ് മുഹമ്മദ് ഷാ, നിയമസഭയിൽ നിങ്ങൾ ശക്തമായ നിലപാടെടുത്തു, നിയമസഭയിൽ ആ ബില്ലിനെതിരെ നിങ്ങൾ ആഞ്ഞടിച്ചു, നിയമസഭയിൽ ബില്ലിനെതിരെ നിങ്ങൾ വോട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും നിയമസഭയുടെ ബിൽ, ജനറൽ ബിൽ നിയമസഭയിൽ പാസാക്കിയതിനു ശേഷം ആ ബില്ല് ഗവർണറുടെ പക്കലേക്ക് എത്തിയാൽ അത് ഒപ്പിടരുതെന്ന് പറയുന്നതിനകത്ത് എന്ത് ഭരണഘടനാപരമായിട്ടുള്ള മര്യാദയാണ്? നിങ്ങൾക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം, നിങ്ങൾക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം, ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിക്കാം. നിങ്ങളിപ്പോ ചെയ്ത് അങ്ങനെയല്ല. ഈ ആർട്ടിക്കിൾ 200 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംശയത്തിന്റെ ആനുകൂല്യം ഗവർണർ ഉപയോഗിക്കുന്നതിനെ നിങ്ങൾ പിന്തുണയ്ക്കുക ചെയ്തത്. നിങ്ങൾ ആ പഴുതാണ് തേടിയത്. പിണറായി വിജയന് വേണ്ടി വാദിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടാവും. അങ്ങനെ പറയല്ലേ. ഇതൊരു ലീഗൽ പോയിന്റ് ആണ്. ഇതൊരു പൊളിറ്റിക്കൽ ലീഗൽ പോയിന്റ് ആണ്. നിങ്ങൾ ഒരു കാലത്ത് നിലപാടെടുത്തത് ആർട്ടിക്കിൾ 200 പ്രകാരം ഈ ബില്ല് പിടിച്ചു വെക്കണം, ആർട്ടിക്കിൾ 200 പ്രകാരം അസൂണസ് എന്നുള്ള പ്രയോഗമാവരുത്, പോക്കറ്റ് വീറ്റോ വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്, ശരിയല്ലേ? എന്നാ കേട്ടോളൂ, ആർട്ടിക്കിൾ 200 വായിച്ചോളൂ, ആർട്ടിക്കിൾ 200 വായിച്ചോളൂ, വായിച്ചത് കേൾക്കട്ടെ. When a bill has been passed by the legislative assembly of a state, or in the case of a state having legislative council, has been passed by both houses, it shall be presented to the governor and the government shall declare either he assents the bill or that he withholds assent therefrom or that he reserves the bill for consideration of the. അപ്പൊ withholding the assent എന്ന് പറയുന്നത് ഒരു പ്രിറോഗേറ്റീവ് ഗവർണർ കൊണ്ട് ആ വിത്ത്ഹോൾഡിംഗിന്റെ പോയിന്റിൽ വരെ പ്രതിപക്ഷത്തിനത് പറഞ്ഞുകൊണ്ടിരിക്കാം. അത് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ശരിയാണ് മുഹമ്മദ് ഷാ, ബില്ല് നിങ്ങൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വയ്ക്കണമെന്നല്ല മുഹമ്മദ് ഖാനോട് പറഞ്ഞത്. നിങ്ങൾ ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള ഗവർണറുടെ അവകാശം വിനിയോഗിക്കണം. വിത്ത് ഹെൽഡ് ദി അസെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. അത് ഗവർണർക്ക് ഭരണഘടനാപരമായ ആർട്ടിക്കിൾ 200 കൊടുത്തിരിക്കുന്നതാണ്. ആ ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കുക, അതിനുശേഷം വേണമെങ്കിൽ പിന്നീട് നിയമസഭയ്ക്ക് പാസ്സാക്കി അയക്കാം. ആ ഘട്ടത്തിൽ ഗവർണർക്ക് വിത്ത് ഹെൽഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അല്ല, ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഒരു ക്ലാസ് ആയിട്ട് തീരുമാനിച്ച് അവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി ഒരു ബില്ല് എഴുതി വെച്ചാൽ ആ ബില്ലിനെ തിരിച്ചയക്കാൻ പറയേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതലയല്ലേ? ചരിത്രത്തെ വഞ്ചിക്കരുത്. പ്രതിപക്ഷം അവരുടെ പ്രതിപക്ഷ അവകാശം വിനിയോഗിക്കുകയല്ലേ ചെയ്തത്. ഗവർണർ ബിജെപിക്കാരനാണെന്ന് പറഞ്ഞാലേ അതിനൊന്നും സമയമില്ല. ശരി ഒരു നിമിഷം അൽകുമാറിന്റെ വാദം കേൾക്കട്ടെ. അൽകുമാർ, എവിടെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കത്തിൽ അൽകുമാർ സംശയമുള്ളത്? എല്ലാത്തിനും അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടില്ല. ഈ ബില്ല് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട, കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകളിൽ ഒപ്പിടരുത്. അതിന് ചാൻസലർ സ്ഥാനത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം. ഭരണഘടനാപരമായി പറയാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ? അപ്പൊ എന്താ സംഭവിക്കും? വിത്ത് ഹെൽഡ് ചെയ്തിട്ട് ബാക്കി എന്താ? പറഞ്ഞിട്ടില്ലല്ലോ. ഒറ്റ കാര്യമല്ല, നിയമസഭ പാസാക്കിയ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷം കരുതുന്ന ബില്ലിൽ ഈ ഗവർണർ ഒപ്പുവെക്കരുത് എന്ന് പറയാനുള്ള അവകാശം പ്രതിപക്ഷത്തിലുണ്ടെന്നേ. ഇല്ല, ഞാൻ പറയാം. പോയിന്റ് എന്താന്ന് വെച്ചാൽ പറയാം. നിങ്ങൾ ഇന്ന കാരണം കൊണ്ട് തിരിച്ചയക്കണം, ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്, അതുകൊണ്ട് നിയമവിരുദ്ധമാണ് എന്നൊരു കേസുണ്ടോ? അങ്ങനെയല്ലല്ലോ. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്ന ഒരു ബില്ല് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടയിൽ ഭരണപക്ഷം പാസാക്കിയാൽ പിന്നെ രണ്ട് വഴികളേ ഉള്ളൂ. എന്താണ് വഴികൾ? അനുസരിക്കുന്നില്ലെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, ഗവർണറോട് അത് നിയമമാകാതിരിക്കാൻ വേണ്ടി നിങ്ങളത് അസന്റ് വിത്ത് ഹെൽഡ് ചെയ്യുക. വിത്ത് ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബില്ല് തിരിച്ചയക്കാം. അപ്പൊ അവിടെ ക്ലിയറായി. ഒരു പോയിന്റ് ക്ലിയറായി. 23 മാസം ഇത് വിത്തുകളുടെ ചെയ്തത്, പറയട്ടെ 23 മാസമായി ഇത് വിത്തുകളുടെ ചെയ്തത് UDFന്റെ പിന്തുണയോടെയാണ്. അങ്ങനെ 23 മാസം വിത്തുകളുടെ ചെയ്യാൻ പിന്തുണ കൊടുത്ത UDFന്റെ മുഖത്തടിച്ച അടിയാണ് സുപ്രീം കോടതി വിധി. 1 മാസം കൊണ്ട് തിരിച്ചയച്ചോണം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ബില്ല് വിത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് UDFന്റെ പിന്തുണയോടുകൂടി ആവുക എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ RN രവി ബില്ല് പിടിച്ചു വെച്ചത് ആരുടെ പിന്തുണയോട് കൂടിയാ? അതെ, അതാണ് കൃത്യമായിട്ട് പറയാം. കേരള സംസ്ഥാനത്തിനകത്തെ മുസ്ലിം ലീഗ്, കേരള സംസ്ഥാനത്തിനകത്തെ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ?
തമിഴ്നാട്ടിൽ വേറൊരു നിലപാടാണ്. അതിന് കാരണം സ്റ്റാലിൻ്റെ കൂടി ഈ കേരളത്തിൽ ഇവർ ബി ജെ പിയുടെ കൂടി ആയതുകൊണ്ട് സംഘീവൽക്കരണത്തിന് വേണ്ടി ഈ ബില്ലിൽ ഒപ്പിടരുത്. വിത്തുകൾ ചെയ്യണം. അത്ര സംഭവിച്ചല്ലോ. എത്ര കാലം വിത്തുകൾ ചെയ്യണം? 23 മാസം വിത്തുകൾ ചെയ്തു. 23 മാസം വിത്തുകൾ ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് 1 മാസം കൊണ്ട് തിരിച്ചയക്കണം. 6 ഏക്കർക്കെതിരെ അങ്ങോട്ട് പറയാം. നേരം തന്നെ ഇപ്പൊ തന്നെ പറയാം. യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ശങ്കുട്ടിദാസ് രക്ഷപ്പെട്ടു പോകരുത്. ശങ്കുട്ടിദാസ് നമുക്കൊപ്പമുണ്ട്. ശങ്കുട്ടിദാസിനോടാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത്. 6 ഏക്കറും ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യത്തെ ചോദ്യം ശങ്കുട്ടിദാസിനുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്ര വൈകിയതുകൊണ്ടാണ് ശങ്കുട്ടിദാസ് ചേരുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, രാഷ്ട്രീയ കാരണങ്ങളാൽ നിയമസഭയുടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയുടെ താൽപ്പര്യത്തെ ഇനി ഗവർണർ ഹനിക്കാൻ പാടില്ല എന്നൊരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ലേ സുപ്രീം കോടതി വിധി? ആ സുപ്രീം കോടതി വിധിയെ ഗവർണറായ ആർലേക്കർ വിമർശിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ട ഇനി നടപ്പാക്കില്ല എന്ന നൈരാശ്യത്തിൽ നിന്നാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഇത് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ 10 ബില്ലുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ആ കേസ് ഗവർണറും സുപ്രീം കോടതിയും തമ്മിലാണ്. ഞാൻ ഗവർണറെ അല്ല ഈ ചർച്ചയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയാണ്. എന്നാൽ ഭരണഘടനയെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയെ സ്നേഹിക്കുന്ന, ഇവിടുത്തെ നിയാമകമായിട്ടുള്ള പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ആശങ്കയുണ്ടാക്കുന്നൊരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഭരണഘടനയിലെ വാചകങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട അധികാരം മാത്രമേ സുപ്രീം കോടതിക്കുള്ളൂ. ഭരണഘടനയിൽ വാചകങ്ങൾ എഴുതി ചേർക്കാനോ കൺസ്ട്രക്ട് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല. നമ്മൾ സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളെ 3ആക്കി ഭാഗിക്കുന്നതിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്നതിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം നമ്മൾ ലെജിസ്ലേച്ചറിനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള നിയമം നടപ്പാക്കാനുള്ള അധികാരം നമ്മൾ എക്സിക്യൂട്ടീവിനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിയമം നിർമ്മിച്ചതിലോ അത് നടപ്പാക്കിയതിലോ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരമാണ് ജുഡീഷ്യറിക്ക് കൊടുത്തിട്ടുള്ളത്. ജുഡീഷ്യറി വാച്ച് ഡോഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയുടെ സംരക്ഷണമാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഭരണഘടനയിൽ പുതുതായിട്ട് കാര്യങ്ങൾ എഴുതി ചേർക്കാനോ കൂട്ടിച്ചേർക്കാനോ കൺസ്ട്രക്ട് ചെയ്യാനോ സാധിക്കില്ല. അതിന് ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിനെയാണ്. അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു പ്രൊവിഷനിൽ ഇല്ലാത്തൊരു കാര്യം, ഭരണഘടനാ നിർമ്മാതാക്കൾ പോലും വിഭാവനം ചെയ്യാത്തൊരു കാര്യം, ആ ഭരണഘടനാ നിർമ്മാതാക്കൾ വളരെ കൃത്യമായിട്ട് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ കൊടുത്തിട്ടുള്ള ഒരു അധികാരം പിടിച്ചെടുക്കുന്ന മട്ടിൽ ഇന്ത്യൻ ജുഡീഷ്യറി ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ, അതും ഒരു ഭരണഘടനാ ബെഞ്ചല്ല നടത്തുന്നത്, കേവലം 2 അംഗങ്ങൾ മാത്രമുള്ള ഒരു സിവിൽ റിട്ട് കേൾക്കുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ആർട്ടിക്കിൾ 200 പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾ 200 പ്രശ്നം കഴിഞ്ഞ ചർച്ചകളിലെല്ലാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 200 ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേണമെങ്കിൽ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് കൃത്യമായിട്ട് ടൈം ലൈൻ അതിൽ ഫിക്സ് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ്. അവിടെ സുപ്രീം കോടതി കയറി ടൈം ലൈൻ പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഇന്റൻഷനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ചർച്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോഴും ആർട്ടിക്കിൾ 200 ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊരു വാക്കുണ്ടായിരുന്നു, എന്നൊരു പിടിവള്ളി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജഡ്ജ്മെന്റ് വന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ആർട്ടിക്കിൾ 200 മാത്രമല്ല, ആർട്ടിക്കിൾ 201 ഉണ്ട് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ആർട്ടിക്കിൾ 201 പ്രസിഡന്റ് ഒരിക്കൽ റിസർവ് ചെയ്തിട്ടുള്ള ബില്ലിന്റെ മുകളിൽ എങ്ങനെയാണ് അസെന്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന പ്രൊവിഷനാണ്. ഗവർണർക്ക് മേലെ മാത്രമല്ല, പ്രസിഡന്റിന് മേലെയും സമയപരിധി ബാധകമാക്കിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ഈ ജഡ്ജ്മെന്റിലുള്ള ക്ലോസ് 3 പറയുന്നു, ഒരിക്കൽ ഒരു ബില്ല് റിസർവ് ചെയ്ത് പ്രസിഡന്റിന്റെ അസെന്റിനോ പരിഗണനയ്ക്കോ വേണ്ടി അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് 3 മാസത്തിനുള്ളിൽ അതിൽ തീരുമാനമെടുക്കാത്ത പക്ഷം പ്രസിഡന്റിനെതിരെ സുപ്രീം കോടതിയിൽ റിറ്റ് ഓഫ് മാൻഡമസ് ഫയൽ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാവുന്നത്. റിറ്റ് ഓഫ് മാൻഡമസ് എന്താ? ഒരു പൗരന്റെ പൗരാവകാശം ലംഘിക്കപ്പെട്ടാൽ, മൗലികാവകാശം ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരെ ആർട്ടിക്കിൾ 32 പ്രകാരമോ 226 പ്രകാരമോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാനുള്ള 5 പ്രൊവിഷനിൽ ഒന്നാണ് റിട്ട് ഓഫ് മാൻഡമസ്. റിട്ട് ഓഫ് മാൻഡമസിലൂടെ എന്താ ചെയ്യുക? ആ കാര്യം ചെയ്യ് എന്ന് കോടതി നിർദ്ദേശിക്കും. ലെറ്റ് ഇറ്റ് ബി ഡൺ എന്ന് കോടതി നിർദ്ദേശിക്കും. ഇവിടെ സംസ്ഥാന സർക്കാരുകളോട് പറയുകയാണ്, 3 മാസത്തിനുള്ളിൽ പ്രസിഡന്റ് അസന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ റിട്ട് ഓഫ് മാൻഡമസിലൂടെ സുപ്രീം കോടതിയെ സമീപിച്ചോളാം. സുപ്രീം കോടതി പ്രസിഡന്റിന് മാൻഡമസ് കൊടുക്കുമോ? പ്രസിഡന്റിനോട് 3 മാസത്തിനുള്ളിൽ ബില്ല് അസന്റ് ചെയ്തോളണം എന്ന് പറയുമോ? ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടോ എന്നൊരു അധികാരം സ്വയമേവ സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുകയാണ്. ആർട്ടിക്കിൾ 200 ആർട്ടിക്കിൾ 201 ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഒരു സ്കോപ്പ് ഇല്ല. അത് ഗവർണറുടെ ഡിസ്ക്രിഷണറി അതോറിറ്റിയാണ്. കാരണം അത് എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷനാണ്. നമ്മളിവിടെ ഒരു ഡിവിഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ്
പവേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കും നിർദ്ദിഷ്ടമായിട്ടുള്ള അധികാര പരിധികളുണ്ട്. ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിക്കാനുള്ളൊരു വ്യവസ്ഥതയുണ്ട്. സുപ്രീം കോടതി ഒരു ഉത്തരവ് പറഞ്ഞാൽ ആ ഉത്തരവ് പരിശോധിക്കാൻ ഗവർണർക്കോ പ്രസിഡന്റിനോ അധികാരമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി സുദീർഘമായിട്ടുള്ള വിചാരണയൊക്കെ നടത്തിയിട്ട് ഒരാളെ കുറ്റവാളിയാണെന്ന് കണ്ടു. ഒരു സെഷൻസ് കോടതിയും അതിനുമേലെ ഹൈക്കോടതിയും അതിനുമേലെ സുപ്രീം കോടതിയും 25 കൊല്ലം കൊണ്ട് വിചാരണ നടത്തിയിട്ട് ഒരാൾ കുറ്റവാളിയാണെന്ന് കൊണ്ട് അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അയാളെ വേണമെങ്കിൽ പാർഡൻ ചെയ്യാൻ ഗവർണർക്കോ പ്രസിഡന്റിനോ അധികാരമുണ്ട്. പക്ഷെ അത് ഡിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് വേണ്ടത്ര അവധാനതയില്ലാതെ അലക്ഷ്യമായിട്ട് ആരും ഉപയോഗിക്കാറില്ല. ആ കാര്യത്തിലെല്ലാം ഓരോ ഓർഗന്റെയും അധികാരത്തെയും അവരുടെ സ്ഥാനത്തെയും മാനത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള ഇടപെടലേ നടത്താറുള്ളൂ. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ? ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല, ഒരു പ്രത്യേക പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടല്ല, ഒരു പ്രൊവിഷനും ബാധകമാക്കാതിരിക്കുമ്പോൾ നീതിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു സവിശേഷാധികാരമാണ് ആർട്ടിക്കിൾ 142. ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത് ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ സുപ്രീം കോർട്ടാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ എടുത്തു ഉപയോഗിക്കേണ്ട സവിശേഷാധികാരമാണ്. ആ സവിശേഷാധികാരം സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ലേ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്? 2020 പാസാക്കിയ ബില്ല് 4 വർഷക്കാലമായി 10 ബില്ലുകൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന 4 ബില്ലുകൾ കാരണം കാണിക്കാതെ പിടിച്ചുവെച്ചത് സവിശേഷമായൊരു സാഹചര്യമല്ലേ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്? നോക്കൂ, അങ്ങ് സവിശേഷമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് സമയത്തിൻ്റെ പരിധിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, സുദീർഘമായിട്ടുള്ള സമയം ഗവർണർ എടുത്തു എന്നാണെങ്കിൽ ആർക്കാണ് ഈ സമയത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പറയാനുള്ള ധാർമ്മികാധികാരം സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ എവിടെയും ബാധകമാകുന്ന ഒരു ഡിഗ്രി, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ 142 പ്രകാരം സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. സർ 142 എന്താണെന്ന് എനിക്ക് പറയാം. അതായത് 10 മാസം വൈകി എന്നതിന്റെ വിധി അങ്ങനായിരുന്നു. 142 ആയിരുന്നു. സർ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ 7 മുതൽ 7:30 വരെ ചർച്ച നടത്തിയത് ഒരു ഭാഗത്ത് അരമണിക്കൂറിന് ശേഷമാണ് ഈ ചർച്ചയിൽ ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇടപെടുന്നത്. അല്ലല്ല, സംസാരിച്ചു തുടങ്ങുമ്പോഴല്ല, ശങ്കുട്ടിദാസൻ 2-3 മിനിറ്റോളം ഞാൻ സമയം നൽകിയതിനു ശേഷം ആ പോയിന്റിൽ ഇടപെട്ടതാണ്. ശങ്കുട്ടിദാസിനോടും എനിക്ക് ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ശങ്കുട്ടിദാസ് അത് സവിശേഷ സാഹചര്യമായിട്ട് ശങ്കുട്ടിദാസിന് ബോധ്യപ്പെടുന്നില്ലേ? 142 പ്രകാരമുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിക്ക് നടത്തേണ്ട ആശങ്കാജനകമായ സ്ഥിതിവിശേഷം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ലേ? മുഴുവിപ്പിക്കട്ടെ. ഓ, ഞാൻ അവിടെ ചോദിക്കുന്നത് മോറൽ റൈറ്റിനെ പറ്റിയിട്ടാണ്. 10 മാസം ഗവർണർ തീർപ്പ് കൽപ്പിക്കാൻ വൈകി എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ആ കേസ് പരിഗണനയ്ക്ക് എടുത്തിട്ട് അതിൽ വിധി പറഞ്ഞത് 2.5 കൊല്ലം കൊണ്ടാണ്. സുപ്രീം കോടതിയാണോ സമയപരിധിയുടെ കാര്യത്തിൽ ഇവിടെ ഹോളിയർ ദാൻ ദോ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത്? സുപ്രീം കോടതിക്ക് പരിഗണിക്കാനുള്ള കേസുകളുടെ എണ്ണം ഞാൻ പറഞ്ഞുതരാം. 50 മില്യൺ കേസുകളാണ്, 5 കോടി കേസുകളാണ്. തീരുമാനമെടുക്കാൻ വൈകുന്നതിന്റെ കാരണം കേസിന്റെ ബാഹുല്യം. പക്ഷേ ഗവർണറുടെ കാര്യത്തിലോ? പക്ഷേ ഗവർണറുടെ കാര്യത്തിലോ? നോക്കൂ, ഞാനൊരു കാര്യം പറയുന്നതിന് മുൻപായി നിങ്ങൾ ഇടപെടുന്നതും എന്നെ എൻ്റെ പോയിന്റ് കൺവേ ചെയ്യാൻ പോലും അനുവദിക്കാതെ ഇടയിൽ വെച്ച് ഇടപെടുന്നതും ഒരു മര്യാദയല്ല. ഞാനൊരു ചർച്ചയിൽ ധാരാളം സമയം ശങ്കുട്ടിദാസ് പറഞ്ഞു പോകുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയി ശങ്കുട്ടിദാസിനോട് ചോദിക്കുന്നത്. ശങ്കുട്ടിദാസ് പറയുന്നത് സമയത്തിന്റെ പരിധിയാണെങ്കിൽ സുപ്രീം കോടതിക്കും അത് ബാധകമല്ലേ? അതല്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീം കോടതിയുടെ സമയത്തിന്റെ പ്രശ്നം അവരുടെ കേസിന്റെ ബാഹുല്യമാണ്. എന്നാൽ ഗവർണറുടെ കാര്യത്തിൽ ഗവർണറുടെ കൈകളിലുള്ള ബില്ലിന്റെ ബാഹുല്യമോ ഗവർണറുടെ ഉത്തരവാദിത്വത്തിന്റെ ബാഹുല്യമോ അല്ല. തമിഴ്നാട് കേസിൽ ഗവർണർ അവിടെ ഉന്നയിച്ചിട്ടുള്ള തർക്കം എന്തായിരുന്നു? ശരി, നമുക്ക് ഇതിന്റെ സാങ്കേതികതയിലേക്ക് വരാം. തമിഴ്നാട്ടിലെ 10 ബില്ലുകൾ ഗവർണർ അസന്റ് കൊടുക്കാൻ ആദ്യമായി വിത്ത് ഹോൾഡിംഗ് ദ അസന്റ് എന്ന് പറയാനുള്ള കാരണം ഗവർണർ പറയുന്നത് യൂണിയൻ ലിസ്റ്റിലുള്ള എൻട്രി 66 ഉൾപ്പെട്ടിട്ടുള്ള ഐറ്റത്തിന്റെ മുകളിലാണ് തമിഴ്നാട് സംസ്ഥാന സർക്കാർ നിയമം പാസ്സാക്കിയത് എന്നുള്ളതാണ്. യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം നമ്പർ 66 ആണ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് മെഡിക്കൽ കോളേജസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസം പകരുന്ന, സാങ്കേതിക വിദ്യാഭ്യാസം പകരുന്ന സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡേർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. ആ കാര്യത്തിലേക്ക് എൻക്രോച്ച് ചെയ്ത് കയറിക്കൊണ്ടാണ് തമിഴ്നാട് സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമത്തിന് അംഗീകാരം കൊടുക്കാൻ സാധിക്കില്ല, അതിന് കേന്ദ്രത്തിന്റെ പരിഗണന ആവശ്യമുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓരോ ബില്ലിന്റെ മുകളിലും
അദ്ദേഹം പറയുന്ന ഒബ്ജക്ഷൻസ് ഉണ്ട്. ഈ ഒബ്ജക്ഷൻസ് ഒന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗവർണർ പ്രൊസീജിയർ കംപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബില്ലുകളെല്ലാം ഡീം ടു ബി ഫിറ്റ് ആയിട്ട് സുപ്രീം കോടതി പരിഗണിച്ചു, ഡീം ടു ബി പാസ്ഡ് ആയിട്ട്. അതായത് ആ ബില്ലിന്റെ മെറിറ്റ് എന്താണ്, ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ, അവിടെ ഒരു റിപ്പഗ്നൻസി ഉണ്ടോ, അവിടെ കേന്ദ്ര നിയമങ്ങളുമായിട്ട് അതിനൊരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ ഗവർണർ സമയത്ത് അസന്റ് കൊടുക്കാത്തത് കൊണ്ട് ഈ ബില്ലുകൾക്ക് അസന്റ് കിട്ടിയതായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സംഭവിച്ചത്? തമിഴ്നാട് സർക്കാർ ഇന്നലെ ഈ പറയുന്ന 10 ബില്ലുകളും എക്സ്ട്രാ ഓർഡിനറി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ട് നിയമമാക്കി. രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ അനുമതി ഇല്ലാതെ, ഒപ്പില്ലാതെ ഈ 10 നിയമങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? തമിഴ്നാട്ടിൽ അടുത്ത കൊല്ലം മുതൽ നീറ്റ് പരീക്ഷ ബാധകമല്ലാതെയാവും. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ തമിഴ്നാട്ടിൽ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന UGC നോംസോ മറ്റ് ഗൈഡ് ലൈൻസോ ഒന്നും തമിഴ്നാട്ടിലെ ധാരാളം സർവകലാശാലകൾക്ക് ബാധകമല്ലാണ്ട് വരും. ശരി ഞാൻ ഒന്നിടപെടുന്നു. അങ്ങ് ആ പറഞ്ഞതിന്റെ ഒരു ഒബ്ജക്ഷൻ നമ്മുടെ പാനലിസ്റ്റ് ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു തീർത്താൽ അര മിനിറ്റിനുള്ളിൽ. അല്ല, ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൊസീജിയർ ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബില്ലുകൾ മുഴുവൻ സാധുവായതായിട്ടും പാസ്സായതായിട്ടും പരിഗണിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അത് ഇൻഹറന്റ് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തതിൽ മര്യാദകേടുണ്ട്. ഓരോ ബില്ലിന്റെയും മെറിറ്റിലേക്ക് തിരഞ്ഞെടുത്ത ജനപ്രതിനിധി സഭ പാസാക്കിയ ബില്ല് തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടിയിൽ ഒരു ഔചിത്യക്കുറവും കാണുന്നില്ലല്ലേ? നോക്കൂ, ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വെക്കരുത്, പരമാവധി വേഗത്തിൽ ബില്ലുകൾ പാസ്സാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും നിലപാട്. എന്നാൽ ഭരണഘടന ഗവർണർക്ക് മേലെ ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം ലൈൻ ഇമ്പോസ് ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം ഇതിലൊരു കൃത്യമായിട്ടുള്ള ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്തടത്തോളം എന്ന് പറയുന്നതിന് താങ്കൾ കൊടുക്കുന്ന ഒരു കാലാവധി എത്രയാ? താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്ന കാലാവധി എത്രയാ? പരമാവധി സാധ്യമായ വേഗത്തിൽ എന്നാണല്ലോ അതിന്റെ മലയാളം. ഈ പരമാവധി സാധ്യമായ വേഗം നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുക? നോക്കൂ, ഞാനൊരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടി ഒരു ബില്ല് റിസർവ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്താണ് പ്രസിഡന്റിന്റെ ഓഫീസിന് കീഴിൽ അവിടെ നടക്കുന്ന പ്രവർത്തനം? ഈ ബില്ല്, ഈ സംസ്ഥാനം പാസ്സാക്കിയിട്ടുള്ള ബില്ല് കേന്ദ്രത്തിന്റെ ഏത് ഐറ്റവുമായിട്ടാണ് കോൺട്രഡിക്ഷൻ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മന്ത്രാലയങ്ങളാണ് ഈ ബില്ല് പരിശോധിക്കേണ്ടത് പരിശോധിച്ചതിന് ശേഷം ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇത് അതാത് മന്ത്രാലയങ്ങൾക്ക് മുഴുവൻ അയച്ചു കൊടുത്ത് ഈ മന്ത്രാലയങ്ങളിൽ നിന്നെല്ലാം റാറ്റിഫിക്കേഷൻ മേടിച്ച് വിശദമായിട്ടുള്ള 4 വർഷം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ കാലാവധിക്ക് പിന്നെ 1 വർഷമേ ബാക്കിയുള്ളൂ. ആ മന്ത്രാലയങ്ങളിൽ നിന്ന് സ്വീകരിച്ചു വരുമ്പോൾ മന്ത്രിസഭ പോവും. അതാണോ താങ്കൾ പറയുന്നത് as soon as possible? അല്ല, നോക്കൂ, ഇവിടെ as soon as possible എന്നത് എന്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഓരോ പ്രൊവിഷനും ഗവർണറെ കുറിച്ചുള്ള ഭാഗം വായിച്ചില്ലേ ശങ്കുട്ടിദാസ്? ആ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഭരണഘടനയുടെ തലപ്പത്തേക്ക് അത്രയും പക്വതയും പാകതയുമുള്ള ഒരാൾ കടന്നു വരുമ്പോൾ ഇത്തരം പെറ്റി താല്പര്യങ്ങളുടെ പുറത്ത് ഭരണഘടനയുടെ ലാപ്സസിനെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ ദ്രോഹിക്കുന്ന ഒരു ഗവർണർ വരുമെന്ന്, അഥവാ സംസ്ഥാന ദ്രോഹിയായിരിക്കുന്ന ഗവർണർ വരുമെന്ന് ഭരണഘടനയുടെ നിർമ്മാണ സഭ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അവിടെയാണ് RN രവി, അവിടെയാണ് ജഗദീപ് ധൻഖർ, അവിടെയാണ് തമിഴിസൈ സുന്ദരരാജൻ, ഇവരൊക്കെ നമ്മുടെ മുന്നിൽ, ആരിഫ് മുഹമ്മദ് ഖാൻ, ഇവരൊക്കെ നമ്മുടെ മുന്നിൽ വന്നത്. ഞാനിത് ഏതെങ്കിലും ഒരു സർക്കാർ മാത്രമല്ല, എല്ലാ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും അതാത് കാലഘട്ടങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ചിട്ടുണ്ട്. ബൊമ്മൈ കേസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഒരു നിമിഷം അങ്ങൊന്ന് വഴങ്ങണം. ഞാനൊന്ന് മുഹമ്മദ് ഷായിലേക്കും അനിൽകുമാറിലേക്കും ഒന്ന് പോയിട്ട് താങ്കളിലേക്ക് വരാം. ഒറ്റ പ്രശ്നം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിലൊരു നിർണായകമായിട്ടുള്ള മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. 2022 തമിഴ്നാട്ടിലെ DMKയുടെ അംഗമായിട്ടുള്ള ശ്രീ വിൽസൺ രാജ്യസഭയിൽ അവതരിപ്പിച്ച് രാജ്യസഭ തള്ളിയിട്ടുള്ള ബില്ലിലെ സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ നിലവിൽ വന്നിട്ടുള്ളത്. അതായത് പറയുന്ന ഗവർണർക്ക് മേലെ ടൈം ഫ്രെയിം ബാധകമാക്കണം, പ്രസിഡന്റിന് മേലെ ടൈം ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? ഗവർണർ ഈ ബില്ലിന് അസന്റ് കൊടുത്തില്ല. ഗവർണർ ഇത് ചൂണ്ടിക്കാട്ടി നിയമസഭയിലേക്ക് തിരിച്ചയക്കുന്നു. ശരി, നിയമസഭ അത് പാസാക്കി വീണ്ടും അയച്ചാൽ ഇതേ സുപ്രീം കോടതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ പ്രകാരം ചോദ്യം ചെയ്യാമായിരുന്നില്ലേ? ആ അവസരമല്ലേ നിങ്ങൾ കളഞ്ഞത്? ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ല് പാസാക്കിയാൽ അത് ചോദ്യം ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ അവകാശത്തെ പോലും നിങ്ങൾ യഥാർത്ഥത്തിൽ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ 4 വർഷം നിങ്ങൾ പാഴാക്കി. അല്ല, നിങ്ങൾ ചെയ്തില്ലേ എന്ന് പറയും.
നിങ്ങൾ ചെയ്തില്ലേ ഒരു ഗവർണറുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഗവർണർ എന്ന് പറയുന്ന ഓഫീസിന്റെ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള പ്രവൃത്തിയാണ്. അതല്ലാതെ അത് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ നാട്ടിലല്ലേ? ആരാണ് ഗവർണർ, ആരാണ് RNV, ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, ആരാണ് ആർലേക്കർ എന്നൊക്കെ ഇനി നമ്മൾ താത്വികമായി വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ബി.ജെ.പിയുടെ P.S. ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ ഇവരൊക്കെയാണ് ഇന്ത്യയിൽ. ഇവരെ ആരെയും ഞാൻ കുറച്ച് കാണുന്നില്ല. ഇവരൊക്കെ ബി.ജെ.പിയുടെ നേതാക്കളായി വിവിധ ഇടങ്ങളിൽ ഗവർണറായി പോയവർക്ക്. ഇവർക്കൊക്കെ മറ്റ് P.S. ശ്രീധരൻപിള്ളയുടെ കാര്യം നിൽക്കട്ടെ. ബാക്കിയുള്ള നേതാക്കളുടെയൊക്കെ ഗവർണർ ആവാനുള്ള മിനിമം യോഗ്യത ഭരണഘടന പറയുന്നില്ലല്ലോ സാർ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷികളുടെ താല്പര്യപ്രകാരമുള്ള ഏജന്റുമാരാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് എനിക്ക് അനിൽകുമാറിലേക്കും മുഹമ്മദ് ഷായിലേക്കും ആർക്കാണ് അയോഗ്യതയുള്ള ഒരാളുടെ പേര് പറയൂ. ഞാൻ വരാം. ആർക്കും അയോഗ്യതയില്ല. അതാണ് ഭരണഘടനയുടെ ഗവർണറുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ബാക്കി ഏതൊരു പോസ്റ്റിനും ഒരു നിങ്ങളുടെ മാനസിക നിലയെങ്കിലും കൃത്യമായിരിക്കണമെന്നൊരു പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ അതുപോലും ഇല്ല. അൺസൗണ്ട് മൈൻഡ് എന്നുള്ളത് പോലും ഗവർണറുടെ കാര്യത്തിൽ ബാധകമല്ല. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അതവിടെ നിൽക്കട്ടെ, ഞാൻ വരുന്നു. അനിൽകുമാർ, ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ സ്റ്റാൻസാണ് ഇപ്പോൾ ശങ്കുട്ടിദാസ് പറഞ്ഞത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഭരണഘടനയുടെ പ്രൊവിഷനെ, ഭരണഘടനയുടെ വ്യാഖ്യാന അധികാരം മാത്രമുള്ള സുപ്രീം കോടതി ലംഘിച്ചിരിക്കുന്നുവെന്നാണ് ശങ്കുട്ടിദാസിന്റെ വാദം. ഒന്ന്, ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഇല്ല. ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ളത് ബി.ജെ.പിയുടെ തെറ്റായ വാദമാണ്. അത് വസ്തുതാപരമായി ശരിയല്ല. ഒരു നിയമം കിട്ടിയാൽ ആ നിയമത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രതികരിക്കേണ്ടത് ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്യണം. എന്തിനു വേണ്ടി വിത്ത് ഹോൾഡ് ചെയ്യാം? അത് മറ്റേതെങ്കിലും വ്യവസ്ഥയുമായി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർക്ക് വിത്ത് ഹോൾഡ് ചെയ്യാം. ആ കമൻറ്റോടുകൂടി ഇവിടെ തിരിച്ചയക്കണം. ഇത് കേന്ദ്ര അധികാരത്തിൽപ്പെട്ടൊരു കാര്യമാണ് നിയമസഭയ്ക്ക് അയക്കുക. നിയമസഭ വീണ്ടും അതുപോലെ പാസ്സാക്കി വിട്ട് എന്ത് ചെയ്യണം? ഒപ്പിടണം. ഒപ്പിട്ടിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചോളും, ഹൈക്കോടതി തീരുമാനിച്ചോളും. ഇവരെന്നാ നിയമത്തിൻ്റെ മൊത്തം കുത്തകയാ? ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മൊത്തം കുത്തക കൈകാര്യം ചെയ്യുന്ന അധികാരം ഇവരുടെ കയ്യിലാണ്, ഗവർണറുടെ കയ്യിലല്ല. അത് കോടതിയുടെ കയ്യിലാണ്. ഒരു നിയമം ഭരണഘടനാപരമാണോ അല്ലയോ, അത് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന് പുറത്താണോ നിയമസഭ ചെയ്തത്, പാർലമെന്റ് ചെയ്തത് എന്ന് പറയാനുള്ള അധികാരമാർക്ക്? അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. ആ അധികാരം ഗവർണർക്കാണെന്ന് പറഞ്ഞ് ഇറക്കി തിരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അധികാരം ഗവർണർക്കുണ്ട് എന്ന് ധരിച്ച് നാട്ടിൽ ഇറങ്ങി തിരിച്ച ഗവർണർമാർക്കുള്ള ചെവിയുടെ കുറ്റിക്കുള്ള അടിയാണ് കിട്ടിയത്. അത് ആർലേക്കർക്കുള്ള അടിയാണ്. അല്ലാണ്ട് ആർലേക്കറെ മാറ്റി നിർത്തി ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഇവിടെ മുഹമ്മദ് ഷാ പറഞ്ഞപ്പോൾ ആർലേക്കറുമായിട്ട് എന്തോ ഒരു കാരണമില്ല. ഒറ്റ കാര്യം വ്യക്തമാക്കാനുള്ളൂ. നമ്മുടെ ഒരാളുണ്ടായിരുന്നല്ലോ, ഗവർണറായിരുന്ന ഒരാൾ, നമ്മുടെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടിരിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പരിപാടി എന്തായിരുന്നു? കേശവാനന്ദ ഭാരതി കേസ് ഭേദഗതി ചെയ്യുന്ന ഒരു വലിയ ബെഞ്ച് വരണം, അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. RSS മുന്നോട്ട് വെക്കുന്ന, BJP മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാപരം വിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ ഓരോരുത്തരും നിയോഗിക്കും. നിയമമന്ത്രി അതിന് നിയോഗിച്ചിരുന്നു, ധൻഖറെ അതിന് നിയോഗിച്ചിരുന്നു. ഇപ്പം ആർലേക്കർ ആ പണിയായിട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ RSSന്റെ പരിപാടിയാണെന്നുള്ളതിന് ഞങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? അതുകൊണ്ട് കേരള ഗവർണറുമായി മുഖ്യമന്ത്രി ഔപചാരികമായി സംസാരിക്കുന്നത് ഔപചാരികം മാത്രമാണ്. രാഷ്ട്രീയമായി ഒരു വ്യത്യാസം അക്കാര്യത്തിലില്ല. MA ബേബി പറഞ്ഞത് തൻ്റെ ഇടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഈ ഗവർണർ എന്ന് പറയുന്നത് എങ്ങനെ നിയമിക്കപ്പെടുന്നു? ഒരു പ്യൂണിനെ പിരിച്ചുവിടാൻ നോട്ടീസ് വേണം, ഗവർണറെ പിരിച്ചുവിടാൻ നോട്ടീസ് വേണ്ട. ഇത് പറയാൻ കേരളത്തിൻ്റെ ഇന്ത്യയുടെ CPMന്റെ സെക്രട്ടറിക്ക് തൻ്റെ ഇടം ഉണ്ടായി. എന്നിട്ടാണ് നിങ്ങൾ പറയണത്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം, നമ്പർ 1, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഒരു ഗ്രേ ഏരിയ ആയിരുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി എന്താ പരിഹാരം? പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ 1 മാസം 3 മാസം എന്നുള്ളത് വേറൊരു നിയമം ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. പക്ഷേ ഇപ്പോൾ BJPയുടെ കുഴപ്പം എന്താ? BJPക്ക് പാർലമെന്റിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ 3 മാസത്തിൻ്റെ 1 മാസത്തിൻ്റെ വിധി അങ്ങ് സഹിച്ചാൽ മതി. BJPക്കാരോട് പറയുകയാണ്. പിന്നെ രാഷ്ട്രപതി, ഈ രാഷ്ട്രപതി എന്നുള്ളത് വരട്ടണ്ട കേട്ടോ. എന്താ കാരണം? രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയായി പെരുമാറണം. ഇവിടുന്ന് ഒരു കടലാസ് അങ്ങോട്ട് കിട്ടിയ ഉടനെ എന്നെ ഇത് ചോപ്പിക്കേണ്ടെന്ന് പറയാനുള്ള മര്യാദ, ആരിഫ് മുഹമ്മദ് ഖാനോട് പറയാനുള്ള മര്യാദ രാഷ്ട്രപതി പ്രകടിപ്പിച്ചോ? ഈ കച്ചവടത്തിൽ, ഈ കൂട്ടുകച്ചവടത്തിൽ, ഈ കള്ളക്കളിയിൽ, സംസ്ഥാനത്തിനെതിരായ കടന്നാക്രമണത്തിൽ രാഷ്ട്രപതി കക്ഷിയായാൽ രാഷ്ട്രപതി ഉത്തരം പറയണം. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് വാദിക്കുമ്പോൾ ആ വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞൊരു വാചകം എന്താണ്? നിങ്ങൾ ഭരണഘടനാ പ്രകാരം ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോഴും നിങ്ങളുടെ മേലാണ് ഭരണഘടന, രാഷ്ട്രപതിയുടെ മേലാണ് ഭരണഘടന, ഭരണഘടനയുടെ മേലെയല്ല രാഷ്ട്രപതി.
അതുകൊണ്ട് രാഷ്ട്രപതിയുടെ മേലെയാണ് ഭരണഘടന എന്ന ധാരണ ഉറപ്പിക്കുന്ന വിധിയാണ്. രാഷ്ട്രപതിക്ക് പാർലമെന്റ് നിയമം വീറ്റോ ചെയ്യാൻ അധികാരമുണ്ടോ? ഇദ്ദേഹം പറഞ്ഞ ശങ്കുട്ടിദാസ് പറഞ്ഞ വാദം അനുസരിച്ച് പാർലമെന്റ് ഒരു നിയമം പാസാക്കി, വഖഫ് ബില്ല് പാസാക്കി, രാഷ്ട്രപതി ഒപ്പിടുന്നില്ല, ലോകാവസാനമാണോ? വഖഫ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടില്ല, ലോകാവസാനമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകാവസാനമല്ല, അവിടെ രാഷ്ട്രപതി ഒപ്പിട്ടേ മതിയാകൂ. വഖഫ് ബില്ലിനെതിരായ ഞാൻ ആ നിയമമാക്കിയത് തെറ്റായ നടപടിയാണെന്ന് ഞാൻ പറയും, എൻ്റെ പാർട്ടി പറയും. പക്ഷെ വഖഫ് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഒപ്പിടരുതെന്ന് രാഷ്ട്രപതിയോട് പറയാൻ ഞങ്ങളെ കിട്ടൂല. അതിന് കാരണം എന്താണ്? കേരളത്തിലെ കോൺഗ്രസുകാർ ബി.ജെ.പിക്ക് കഞ്ഞി വെച്ച് കിടക്കണ പോലെ, അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും സ്ഥാനം കിട്ടി സെനറ്റിൽ കയറാൻ നടക്കണ പോലെ ലീഗ് ആദ്യം രാജിവെച്ചിട്ട് പോകും. സെനറ്റിലെ അംഗത്വം രാജിവെച്ചിട്ട് പോകും. വർത്താനം പറയാം നിങ്ങളോട്. നിങ്ങളോട് ഭരണഘടന പറയാനില്ല, മുസ്ലിം ലീഗിനോട് ഞങ്ങൾ ഭരണഘടന പറയാനില്ല. ഞാൻ മുഹമ്മദ് ഷായിലേക്ക് എത്തിയാൽ, മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത് ഇന്ന് ആർലേക്കർക്കെതിരെ നിലപാടുമായി വന്ന CPM ജനറൽ സെക്രട്ടറിക്കുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ എന്നാണ്. ഈ UDF-ഉം കോൺഗ്രസും ലീഗും പാർലമെന്റിലും പുറത്തും BJP-ക്കെതിരെയും സംഘ്പരിവാറിനെതിരെയുള്ള അറ്റാക്കിന്റെ മോഡ് ഇനി നിങ്ങൾ ഫിക്സ് ചെയ്യണ്ട. പിണറായി വിജയന് മോദി എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു വാക്ക് പറയാം. ഇപ്പൊ വഖഫ് അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ വഖഫ് അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാസ്സാക്കിയതിനു ശേഷം ഒപ്പിടരുതെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ 5 MP പ്രസിഡന്റിന് കത്തയച്ചു. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഭരണഘടനയുടെ 114 അനുച്ഛേദം വായിച്ചു നോക്കണം. അതിനകത്ത് ഒരു പ്രൊവൈസോ ഉണ്ട്. ആ പ്രൊവൈസോ പ്രകാരം ഞങ്ങൾ പറയുന്ന കാരണങ്ങൾ പ്രസിഡന്റിന് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അതൊരു മെസ്സേജിന്റെ രൂപത്തിൽ അതിനകത്ത് രൂപീകരിച്ചിട്ട് പാർലമെന്റിലേക്ക് ഇത് തിരിച്ചയക്കാം. ഫർദർ അമെന്റ്മെന്റ്സ് വേണം എന്ന് പറയാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ വഖഫ് അമെന്റ്മെന്റിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. CPM-ന് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് പാസ്സാക്കി കൊടുക്കുന്ന പണിയല്ലേ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് CPM-ഉം ഞങ്ങളും തമ്മിൽ അതിനകത്ത് വ്യത്യാസമുണ്ട്. ഏത് ബില്ലിനെ കുറിച്ചും ഞങ്ങൾ അങ്ങനെ അതിന് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശങ്കുട്ടിദാസിന് ഞാൻ മറുപടി പറയേണ്ടതുണ്ട്. കാരണം എനിക്കറിയാം അനിൽകുമാർ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പറയുന്നതിന്. ഒറ്റ കാര്യം ഞാൻ പറയാം. ആർട്ടിക്കിൾ 254 റിപ്പഗ്നൻസിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ റിപ്പഗ്നൻസി സെൻട്രൽ ലെജിസ്ലേഷൻസും സെൻട്രൽ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകർ ലിസ്റ്റും ഒക്കെ കോൺഫ്ലിക്ട് വന്നാൽ, ആ കോൺഫ്ലിക്ട് വരുമ്പോൾ അത് റിപ്പഗ്നന്റ് ആണെങ്കിൽ അത് വോയിഡ് ആകും. ലെജിസ്ലേഷൻ വോയിഡ് ആകുമെന്നല്ലേ 254 പറയുന്നത്. ഇത് വോയിഡ് ആണോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? രാഷ്ട്രപതിയാണോ? പ്രധാനമന്ത്രിയാണോ? ഗവർണറാണോ? അല്ല, അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഫ്രെയിംവർക്ക് ഇങ്ങനെയാണ്. ഒരു ബില്ല് പാസ്സായാൽ, ഒരു ലെജിസ്ലേഷൻ പാസ്സായാൽ ആ പാസ്സായതിനെ കൊണ്ട് ഗവർണർക്ക് കൊടുക്കുക. ഗവർണർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് വേണമെങ്കിൽ അത് തിരിച്ചയച്ചിട്ട് വീണ്ടും അവർ അത് തന്നെയാണ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ അതിന് അസന്റ് കൊടുത്തിട്ട് അതിന്റെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി 4 കാര്യങ്ങൾ നോക്കാം. 1, ഇവർക്ക് ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് ഉണ്ടോ? 2, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടോ? 3, ഇതിനകത്ത് മാനിഫെസ്റ്റ് ആർബിട്രറിനെസ് ഉണ്ടോ? വെദർ ഇറ്റ് ഈസ് നോൺ കൺഫോമിറ്റി വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഈ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് കോടതിയിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 ഒക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് അവർക്കത് പരിശോധിക്കേണ്ടത് കോടതികൾ മാത്രമാണ്. ആ കോടതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത്. കോടതി ആരാണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. കോടതിയല്ലാതെ ആർക്കും ഇത് സംബന്ധിച്ച് ഇത് തെറ്റ് എന്ന് പറയാനുള്ള അവകാശമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്കീം അതാണ്. രാഷ്ട്രപതിക്കുമില്ല, ഗവർണർക്കുമില്ല. അതെല്ലാം പറഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ തിരിച്ചു കൊടുത്ത് കോടതിക്ക് ഇത് പരിശോധിക്കാനുള്ള അവസരം കൊടുക്കണം. ഇവിടെ കോടതി പരിശോധിക്കാനുള്ള അവസരം വരെ നിഷേധിക്കപ്പെട്ടു. എന്താ നിങ്ങൾ ചെയ്തത്? ആ ബില്ല് ഹോൾഡ് ചെയ്ത് വെച്ചപ്പോൾ അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചോ. നിങ്ങൾ പറയുകയാണ് ടൈം ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം 50 വർഷം നകരുന്നു. 50 വർഷം ബില്ല് ഹോൾഡ് ചെയ്ത് ഞങ്ങൾ കൈവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണോ? അൺപ്രഡിക്റ്റഡ് പവറാണോ കൊടുത്തിരിക്കുന്നത്? കോടതി എന്ത് ചെയ്തു? 142 ഇൻവോക്ക് ചെയ്തു. എന്തിനാ? കംപ്ലീറ്റ് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. 142 എന്നുള്ള പ്രൊവിഷനകത്ത് ആഡ് ചെയ്തപ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിലുണ്ടായിരുന്നു, ചർച്ചകൾ നടന്നു. അങ്ങനെ അധികാരം കോടതികൾക്ക് കൊടുത്തില്ലെങ്കിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും എക്സീഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ അവർ ആക്ട് അപ്പോൺ ചെയ്യണം. അവർ ആക്ട് അപ്പോൺ ചെയ്തപ്പോൾ പറയുകയാണ് നിങ്ങൾ ആരാ ഇത് ചെയ്യാനെന്ന് ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. ആ അപകടകരമായ റീസിഡൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ എത്രയോ ഓപ്പറസീവ് നിയമങ്ങളുമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞു. എത്രയോ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ അവസാനം വന്ന വഖഫ് ബില്ല് നിങ്ങൾ നോക്കൂ. വഖഫ് ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ തലേന്ന് 1 മണിക്കാണ് കോപ്പി കൊടുക്കുന്നത്. 3:25 നിങ്ങൾ അമെന്റ്മെന്റ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് സഭയിൽ വെച്ച് അത് പാസ്സാക്കുകയാണ്. ഇത്തരം എണ്ണിച്ചുട്ടപ്പ പോലെ നിങ്ങൾ പാസ്സാക്കി പ്രസിഡന്റ് അന്ന് രാത്രി ഒപ്പിടുകയാണ്. നിങ്ങളുടെ ഗവർണർമാർ നിങ്ങൾ ഉണ്ടാക്കുന്ന ബില്ലുകൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്.
അങ്ങനെയുള്ളപ്പോഴാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന തമിഴ്നാട്ടില് 4 വർഷം അത് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പൊ എത്രത്തോളം വലിയ തെറ്റായ ഒരു പ്രവണതയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ? അവിടെ കോടതി ഇന്റർഫിയർ ചെയ്തു. കോടതി അല്ലാത്ത ഒരു പ്രതിപക്ഷത്തിനുമില്ല, സാധാരണ ജനങ്ങൾ. ഞാനൊന്ന് ശങ്കുട്ടിദാസിലേക്ക് മടങ്ങി വരാം. ശങ്കുട്ടിദാസ്, ഇപ്പോൾ മുഹമ്മദ് ഷാ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ബോധ്യമാവുന്നില്ലേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ വളരെ പെട്ടെന്ന് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിട്ട് കൊടുക്കുന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഗവർണർ ഇങ്ങനെ അകാരണമായി ബില്ല് വൈകിപ്പിക്കുന്നത്. ഇതിനോട് കൊടുത്തൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഈ വിധിയെ കണ്ടാൽ പോരെ? രാജേന്ദ്ര ആർലേക്കറിന് ഇത്ര ക്ഷുഭിതനാവേണ്ട ആവശ്യമുണ്ടോ? ഇത്രമേൽ അസ്വസ്ഥനാവേണ്ട ആവശ്യമുണ്ടോ? അല്ല, നിങ്ങൾ പറയുന്ന അത്ര വളരെ ലളിതമോ സരളമോ അല്ല ഈ പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ കോടതി ചെയ്തിരിക്കുന്നത് എന്താണ്? കോടതി ചെയ്തിരിക്കുന്നത് ഭരണഘടനയിലെ ഒരു പ്രൊവിഷനിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ പറയാത്ത അവരുടെ ഇന്റൻഷന് ഉപരിയായിട്ടുള്ള ഒരു ഭാഗം കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 200 പറ്റി പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ആർട്ടിക്കിൾ 201 ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പോലും പറഞ്ഞിട്ടില്ല. രാഷ്ട്രപതി ഒരു ബില്ല് ഒരു മെസ്സേജോടുകൂടി മടക്കി അയച്ചു. വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷാൾ ബി സെൻഡ് ഫോർ ഹിസ് കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. ഫോർ ഹിസ് അസെന്റ് എന്ന് പോലും അല്ല, അദ്ദേഹത്തിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന ആർട്ടിക്കിൾ 111-200 ഭാഷ വളരെ വ്യത്യസ്ത. എന്തൊരു കഷ്ടമാണിത്! എന്താ നിങ്ങൾ ഇത്രയും നേരം ദീർഘഭാഷണം നടത്തിയ സമയത്ത് ഞാൻ ഇടപെട്ടോ? എനിക്കാകെ കിട്ടുന്ന ഒരു അവസരത്തിൽ നിങ്ങളിങ്ങനെ ഇടപെടുന്ന എന്തൊരു മര്യാദയോടാണ്? ഞാൻ പറയുന്നത് എന്താണ്, ഇവിടുത്തെ ബാക്കിയുള്ള ഇഷ്യൂസ് എല്ലാം നിങ്ങൾ മാറ്റി വെച്ചോളൂ. ഇതിൻ്റെ ലാർജർ സ്കീം ഓഫ് തിങ്സ് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. കാലോചിതമായിട്ട് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസിയാണ്, ജുഡീഷ്യൽ സുപ്രീമസിയോ പാർലമെന്ററി സുപ്രീമസിയോ ഒന്നും അല്ല ഉള്ളത്. ഒന്നിനു മേലെയല്ല, ഇവയെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന സംവിധാനങ്ങളാണ് ഉള്ളത്. ഇവിടെ ഭരണഘടനയുടെ ഒറിജിനൽ പ്രൊവിഷൻ പ്രകാരം 1ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ അധികാരം ഉണ്ടായിരുന്നില്ല. ആർട്ടിക്കിൾ 13 പറയുന്ന ലോ എന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഉൾപ്പെട്ടിരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയും അമെൻഡ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്നായിരുന്നു ആദ്യത്തെ പ്രൊവിഷൻ. 1951 ശങ്കരി പ്രസാദ് കേസിൽ, 1965 സജ്ജൻ സിംഗ് കേസിൽ, ഇതിലെല്ലാം സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ള പൊസിഷൻ ഇതാണ്. ആദ്യമായിട്ട് ഭരണഘടനയെ അമെൻഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് സുപ്രീം കോടതിക്ക് തോന്നിയത് എപ്പോഴാണ്? 1965 ഗോലഖ്നാഥ് കേസ് വന്നപ്പോഴാണ്. ഇതിനെതിരെയാണ് ഭരണഘടനയുടെ 24th അമെൻമെന്റും 25th അമെൻമെന്റും ഉണ്ടാവുന്നത്. 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് കോടതി അതിൻ്റെ ഡൊമൈൻ വീണ്ടും വർദ്ധിപ്പിച്ചിട്ട് 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ പോലും ബേസിക് സ്ട്രക്ചറിൻ്റെ വയലേഷൻ ആണെന്ന് പരിശോധിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞത്. എന്താ ബേസിക് സ്ട്രക്ചർ? ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് ഇപ്പോഴും ഡിഫൈൻ ചെയ്തിട്ടില്ല. സുപ്രീം കോടതി ഓരോ കാലത്ത് നിർവചിക്കുന്നതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നു. പിന്നീട് ഇതിനെതിരെ ഉണ്ടായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളെ അട്ടിമറിച്ചുകൊണ്ടാണ് പിന്നീട് മിനർവ മിൽസ് കേസിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇന്ദിരാഗാന്ധി കേസിലും ഒക്കെ വിധി വന്നത്. അതായത് സുപ്രീം കോടതിയുടെ അധികാര വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 201 എന്നിവ കൂടി ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ വന്നിരിക്കുകയാണ്. ജുഡീഷ്യൽ റിവ്യൂവിന് സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു ഡൊമൈനേ അല്ല ആർട്ടിക്കിൾ 201. ആർട്ടിക്കിൾ 201 ഭാഷ വളരെ ക്ലിയർ ആണ്. അത് രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടുള്ള പ്രൊവിഷനാണ്. അവിടെ പോലും ഞങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരമുണ്ടെന്ന് കോടതി പറയുന്നു. കോടതി സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് എഴുതി ചേർക്കുന്നു. ലെജിസ്ലേച്ചറുടെ ജോലി സുപ്രീം കോടതി ചെയ്യുന്നു. എക്സിക്യൂട്ടീവിൻ്റെ അധികാരത്തേക്ക് സുപ്രീം കോടതി കടന്നു കയറുന്നു. എന്നാൽ സ്വന്തം കാര്യത്തിൽ ഈ പറയുന്ന യാതൊരു ഉത്തരവാദിത്വവും മാനിക്കുന്നില്ല. നിങ്ങൾ പറയുന്നു 4 വർഷം നീണ്ടുപോയിന്ന്. 4 വർഷം നീണ്ടുപോയതിന് 13 മാസമായിരുന്നു ഗവർണറുടെ പരിഗണനയിലിരുന്നത്. ബാക്കി 2.5 കൊല്ലത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരുന്നു. സുപ്രീം കോടതി കേസസ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ നാളെ പാർലമെന്റ് ഒരു സമയപരിധി കൊണ്ടുവന്നാൽ അത് ന്യായമാണോ? സുപ്രീം കോടതി സിവിൽ കേസുകൾ ഒരു കൊല്ലം കൊണ്ടും ക്രിമിനൽ കേസ് 2 കൊല്ലം കൊണ്ടും വാദം കേട്ട് കഴിഞ്ഞ് 1 മാസം കൊണ്ട് വിധി പറയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായമല്ല. ഓരോന്നും സ്വതന്ത്രമായിട്ടുള്ള അധികാര പരിധികളുള്ള ഓർഗൻസ് ആണ്. ഒന്നിലേക്ക് കടന്നു കയറുന്നത്, ഒന്നിൻ്റെ നിർദ്ദിഷ്ടമായിട്ടുള്ള അധികാര പരിധികളെ ലംഘിക്കുന്നത്, രാജ്യത്തെ പരമോന്നതമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള ഗവർണറുടെയും പ്രസിഡന്റിന്റെയും സ്ഥാനങ്ങളെ മുഴുവൻ വലിച്ചു താഴേക്കാക്കിയിട്ട് സുപ്രീം കോടതി തെരഞ്ഞെടുക്കപ്പെടാത്ത 32 ജഡ്ജിമാർ ഉൾപ്പെടുന്ന സുപ്രീം കോടതി ജനാധിപത്യത്തിലെ അവസാനത്തെ വാക്കാവുന്നത് ജനാധിപത്യം അഭിലഷണീയമല്ല. തെരഞ്ഞെടുക്കപ്പെടാത്ത 32 പേർ കൊളീജിയം സംവിധാനത്തിലൂടെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരാവുന്നു. അപ്പോൾ ഗവർണറോ? എന്ത് യോഗ്യതയാണ് വേണ്ടത് ഗവർണർക്ക്? ഗവർണർ ഈസ് ആൻ അപ്പോയിന്റഡ് ഓഫീസർ ഓഫ് ദ സെന്റർ. നോക്കൂ, കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ്. നയം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ്. ആഭ്യന്തര നയം നടപ്പാക്കുന്ന പോലീസിലൂടെയാണ്, റവന്യൂ നയം നടപ്പാക്കുന്ന വില്ലേജ് ഓഫീസറിലൂടെയാണ്. ഇവരെല്ലാവരും തെരഞ്ഞെടുക്കപ്പെടേണ്ട ആവശ്യമില്ല. നേരത്തെ മുഹമ്മദ് ഷാ ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നമ്മളതിന്റെ സാങ്കേതികത്വത്തിലേക്ക് പോകാതെ നേരത്തെ മുഹമ്മദ് ഷാ ചോദിച്ച ലളിതമായ ഒരു ചോദ്യം ഇതാണ് ശങ്കുട്ടിദാസ്.
ശങ്കുടിദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചോദിച്ച ലളിതമായ ചോദ്യം ഇതാണ്. ഈ പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഗവർണർ ആണെങ്കിലും ശരി, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളടങ്ങിയ സഭ വളരെ കൃത്യമായി നടപടിക്രമങ്ങളിലൂടെ പാസാക്കിയ ഒരു ബില്ല് ഇങ്ങനെ കയ്യിൽ തടഞ്ഞു വെക്കുന്നത്, പിടിച്ചു വെക്കുന്നത് ജനാധിപത്യപരമാണോ എന്ന ലളിതമായ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ അന്യായമായിട്ടുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു അകാരണമായിട്ട് ബില്ല് നീട്ടിക്കൊണ്ടുവന്നെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ ഗവർണർക്ക് കാരണമുണ്ടാവട്ടെ, കാരണമില്ലാവട്ടെ, പക്ഷേ ഒരു ഗവർണർ ഇങ്ങനെ നിയമസഭ പാസാക്കുന്ന ബില്ല് പിടിച്ചു വെക്കുന്നത് ശരിയാണോ? അത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് ചേരുന്നതാണോ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് 3 അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ബില്ല് അസന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബില്ല് അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ബില്ല് റിസർവ് ചെയ്യാം. ഇതിൽ ഒന്നിനും സമയപരിധി പറഞ്ഞിട്ടില്ലാത്തിടത്തോളം ആസ് പെർ ദ പ്ലെയിൻ ടെക്സ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ജനഹിതത്തെ മാനിക്കുന്ന ഒരു ബില്ല് ഒരു ഗവർണർ പിടിച്ചു വെച്ചാൽ ആ ഗവർണർ ആ ബില്ല് പിടിച്ചു വെച്ചത് ജനഹിതം മാനിച്ചാണോ അല്ലയോ എന്ന് ആര് തീരുമാനിക്കും? അവിടെയാണ് യഥാർത്ഥത്തിലുള്ള കൊണണ്ട്രം ഇരിക്കുന്നത്. ജനഹിതം എന്ന് നിങ്ങൾ പറയുന്നു, ആരാണ് യഥാർത്ഥത്തിൽ ജനത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്? സംസ്ഥാനത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ജനഹിതമോ ഭരണഘടനാപരമോ കേന്ദ്ര പാർലമെന്റ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിനെതിരായിട്ട് സംസ്ഥാന നിയമസഭ ഞാൻ പറയട്ടെ സാർ, കേന്ദ്ര പാർലമെന്റ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സംസ്ഥാന നിയമസഭ സംസ്ഥാനത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയുള്ള നിയമത്തിന് വിരുദ്ധമായിട്ടൊരു സാധനം, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട ഒരു ഐറ്റത്തിന് വിരുദ്ധമായിട്ടൊരു സാധനം ചേർത്തിട്ടില്ലേ? എന്റെ പൊന്ന് ശങ്കുട്ടിദാസ്, താങ്കൾ എന്താ പറയുന്നത്? 254 എന്താ പറയുന്നത്? റിപ്പഗ്നൻസി ഉണ്ടെങ്കിൽ അതാരാ തീരുമാനിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ 254 പറയുന്നു ഇൻ കേസ് ഓഫ് an inconsistency. 254 പറയുന്നു ഇൻ കേസ് ഓഫ് an inconsistency between a central made law and a state made law, only the central made law shall prevail. ഇതാണ് 254 സ്റ്റേറ്റ്മെന്റ്. അതായത് കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയുള്ള നിയമം അങ്ങ് പറയൂ. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ ഒന്നും കൂടി പറയൂ. കൺകറന്റ് ലിസ്റ്റിൽ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്ര നിയമത്തിന്റെ അഭാവത്തിൽ സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ആ ഒരേ വിഷയത്തിൽ കേന്ദ്ര പാർലമെന്റും സംസ്ഥാന നിയമസഭയും നിയമം പാസ്സാക്കുകയും ഈ നിയമങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയും ചെയ്താൽ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമം മാത്രമേ നിലനിൽക്കുള്ളൂ. ഇതാണ് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി പറയുന്നത്. എന്നാര് പറയണം? ഇതാരാ പറയുക? അരുണേ, എനിക്കിത് ചോദിക്കാതിരിക്കാൻ ആരാ പറയണ്ടെന്നാണ് എന്റെ ചോദ്യം. ആര് പറയും റിപ്പഗ്നൻസി ഉണ്ടെന്ന്? പ്രൈം മിനിസ്റ്റർ പറയണം. ഇപ്പൊ ഒരു സംസ്ഥാനം ഒരു നിയമം പാസ്സാക്കി, ഒരു ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസി വന്നു കഴിഞ്ഞാൽ ഗവർണർക്ക് അത് സൂചിപ്പിക്കാം. ഗവർണർക്ക് അത് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത് റിപ്പഗ്നൻസി അല്ലേ? ഇവിടെ സംഭവിച്ചത് റിപ്പഗ്നൻസിയാണ്. ഗവർണർ പറയുന്നത് എന്താണ്? ഗവർണർ പറയുന്നത് തമിഴ്നാട് നിയമസഭ പാസ്സാക്കി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം നമ്പർ 66 വിരുദ്ധമായതുകൊണ്ട് ദേ ആർ റിപ്പഗ്നന്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിസേർവ്സ് എ സെൻട്രൽ കൺസിഡറേഷൻ. അത് കേന്ദ്രത്തിന്റെ പരിഗണന അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് അയച്ചത്. നിങ്ങളാണോ പറയുന്നത് സുപ്രീം കോടതിയാണ് തീരുമാനിക്കേണ്ടത്? ഭരണഘടന അതിനെപ്പറ്റി ആര് തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഭരണഘടന ഏത് പ്രശ്നമാണ് പറഞ്ഞത്? സുപ്രീം കോടതി ഇതെല്ലാം ഭരണഘടനാപരമായിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഗവർണർക്കോ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററിനോ ക്യാബിനറ്റോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. റിപ്പഗ്നൻസിയും ഇൻകൺസിസ്റ്റൻസിയും ഒക്കെ തീരുമാനിക്കേണ്ടത് കോടതികൾ മാത്രമാണ്. അല്ലാതെ ആർക്കും അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. ഉണ്ടെന്ന് ആര് വാദിച്ചാലും അതില്ലാത്തതാണ്. അങ്ങയുടെ വ്യാഖ്യാനം മാത്രമാണ്. ആർട്ടിക്കിൾ 13 പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിരുദ്ധമായിട്ടുള്ള നിയമം
ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അബ്രഗേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ അത് നിലനിൽക്കില്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ ആർട്ടിക്കിൾ 13 ലോ എന്താണ് എന്നതിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കേസുകൾ മുഴുവനുള്ളത്. സജ്ജൻ സിംഗ് ആവട്ടെ, ശങ്കരി പ്രസാദ് ആവട്ടെ, ഗോലഖ്നാഥ് ആയിക്കോട്ടെ, അത് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നത് ജുഡീഷ്യൽ സുപ്രീമസിയിൽ വിശ്വസിക്കുന്ന അമേരിക്കൻ എന്താണ് ഗവൺമെന്റ്സിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പറയാം. ഞങ്ങൾ ഇവിടെ പറയുന്നു, തന്റെ മുന്നിൽ വന്നിട്ടുള്ള നിയമം ഒക്കെ ശരിയാണെങ്കിൽ ഇതും ശരിയാണ്. ശരി, നമുക്ക് സമയത്തിന് പരിമിതിയുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.